ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, ഈസ്റ്റർ ദിനത്തിൽ പെസഹ ജാഗര തിരുക്കർമ്മങ്ങൾക്ക് മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് നാം ശ്രവിക്കുന്നത്. യേശുവിൻ്റെ ജീവിതം മരണത്തോടുകൂടി അവസാനിച്ചില്ല. ഇന്നത്തെ വചനഭാഗം യേശുവിൻ്റെ പുനരുദ്ധാനം പ്രഖ്യാപിക്കുകയാണ്. ശൂന്യമായ കല്ലറ കണ്ടുപിടിച്ചത് വിവരിക്കുകയോ പുനരുദ്ധാനം വർണ്ണിക്കുകയോ അല്ല ഈ വചനഭാഗത്തിൻ്റെ ലക്ഷ്യം. യേശുവിൻ്റെ പുനരുദ്ധാനം പ്രഖ്യാപിക്കുക എന്നതാണ് ഈ വചനഭാഗത്തിൻ്റെ കേന്ദ്ര വിഷയം. യേശുവിൻ്റെ പുനരുദ്ധാന വിവരണവും കുരിശുമരണവും തമ്മിൽ വളരെ അടുത്ത ബന്ധം നമുക്ക് കാണുവാൻ കഴിയും. യേശുവിൻ്റെ സംസ്കാരത്തിന് ദൃക്സാക്ഷികളായത് 3 സ്ത്രീകളാണ്. അവരാണ് കല്ലറയിലേക്ക് പോകുന്നത്. മൃതദേഹത്തിൽ സുഗന്ധദ്രവ്യങ്ങൾ പൂശുകയായിരുന്നു അവരുടെ ഉദ്ദേശം. ഇതിനർത്ഥം മർക്കോസ് സുവിശേഷകൻ പ്രകാരം സംസ്കാരം പൂർണ്ണമായിരുന്നില്ല എന്നതാണ്. പുനരുദ്ധാന വിവരണത്തിൽ യേശുവിൻ്റെ ഉദ്ധാനത്തിൻ്റെ സമയത്തെ കുറിക്കുന്ന സൂചനയുമുണ്ട്. യേശുവിൻ്റെ മരണവും സംസ്കാരവും സാബത്തിന് മുൻപ്, അതായത് വെള്ളിയാഴ്ച ആയിരുന്നു. സ്ത്രീകൾ യേശുവിൻ്റെ കല്ലറയിൽ പോകുന്നത് സാബത്ത് കഴിഞ്ഞ് ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ ആണ്. ഉദ്ധാനം സംബന്ധിച്ച പ്രഖ്യാപനം ഞായറാഴ്ച രാവിലെ ആയിരുന്നുവെന്ന് ഇതിൽ നിന്ന് നമുക്ക് ഉറപ്പിക്കാം. സുഗന്ധദ്രവ്യങ്ങൾ പൂശാൻ പോയ സ്ത്രീകൾ അവിടുത്തെ സ്ഥിതിഗതികൾ നേരിടാൻ ഒരുങ്ങിയിരുന്നില്ല എന്ന് സ്പഷ്ടമാണ്. കാരണം കല്ലറയുടെ വാതിൽക്കലെ വലിയ കല്ല് ആര് മാറ്റിവെക്കും എന്ന് അവർ ഉത്കണ്ഠപ്പെട്ടിരുന്നു. അസാധാരണമായ എന്തെങ്കിലും അവർ അവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല. ശവകുടീരത്തിലെത്തുമ്പോൾ അവർ അഭിമുഖീകരിക്കാനിരിക്കുന്ന സംഭവത്തിൻ്റെ നാടകീയവും അപ്രതീക്ഷിതവുമായ സ്വഭാവം എടുത്തു കാട്ടുവാനാണ് സുവിശേഷകൻ സ്ത്രീകളുടെ ഉത്കണ്ഠ രേഖപ്പെടുത്തുന്നത്. ശവകുടീരത്തിൽ എത്തിയപ്പോൾ സ്ത്രീകൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ദർശിക്കുകയാണ്. ശവകുടീരത്തിൻ്റെ കല്ല് ഉരുട്ടി മാറ്റി വച്ചിരിക്കുന്നതാണ് ആ സ്ത്രീകൾ കാണുന്നത്. വെള്ള വസ്ത്രധാരിയായ ഒരു യുവാവ് കല്ലറയ്ക്കുള്ളിൽ ഇരിക്കുന്നു. അപ്രതീക്ഷിതമായി ആ യുവാവിനെ കണ്ട് അവർ ഭയപ്പെടുന്നു. അവർ വിസ്മയിച്ചു എന്നാണ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത്. വിസ്മയിച്ചു എന്ന് വിവർത്തനം ചെയ്ത ക്രിയാരൂപത്തിൻ്റെ ഗ്രീക്ക് ഏകരൂപത്തിന് ദൈവിക സാന്നിധ്യത്തിന്റെ മുൻപിൽ ഉണ്ടാവുന്ന ഭയവും അമ്പരപ്പുമാണെന്നാണ് അർത്ഥം. വിവരണങ്ങളുടെ വെളിപാട് സ്വഭാവം പ്രകടമാക്കുകയാണ് ഈ പദം. ഏതോ പ്രകൃത്യാതീത പ്രതിഭാസം കാണുന്നതായി ആ സ്ത്രീകൾക്ക് തോന്നി. യുവാവിന്റെ വെള്ള വസ്ത്രത്തിനുമുണ്ട് പ്രസക്തി. പുതിയ നിയമത്തിൽ പല സ്ഥലത്തും ദൈവിക മഹത്വത്തിന്റെ പ്രതീകമാണ് വെള്ള വസ്ത്രം. ആ യുവാവ് സ്വർഗദൂതൻ ആയിരുന്നു. സ്ത്രീകളുടെ വിസ്മയം, യുവാവിന്റെ ധൈര്യപ്പെടുത്തുന്ന വാക്കുകൾ തുടങ്ങിയവയെല്ലാം ആ സംഭവത്തിന്റെ പ്രകൃത്യാതീതവും പ്രവചനാത്മകവുമായ സ്വഭാവം വ്യക്തമാക്കുകയാണ്. നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. കുരിശിൽ തറയ്ക്കപ്പെട്ട നസ്രായനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു. പക്ഷെ അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവൻ ഇവിടെ ഇല്ല. ഈ വാക്യത്തിനാണ് സുപ്രധാനമായ ഒരു എടുത്ത് പറയുന്ന വസ്തുത നാം കാണുന്നത്.
പുനരുദ്ധാന വിവരണത്തിന്റെ സാരവും സത്തുമാണ് ഈ പ്രധാനപ്പെട്ട വാക്യം 16:6. ഉദ്ധാന വിവരണത്തിലെ ഈ നിർണായകമായ പ്രഖ്യാപനം, അതായത് യേശു ഇവിടെയില്ല, അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നത് യേശു രഹസ്യത്തിന്റെ അപൂർവതയും വൈരുദ്ധ്യവും തുടർച്ചയും നൂതനത്വവും വെളിപ്പെടുത്തുകയാണ്. മർക്കോസ് പലപ്പോഴും യേശുവിനെ നസ്രായനായ യേശു എന്ന പേരോ അതിന് തത്തുല്യമായ പദങ്ങളോ ഉപയോഗിക്കുന്നതായി നാം കാണുന്നുണ്ട്. യേശുവിന്റെ ഉദ്ധാന സമയത്തും ഈ പദം തന്നെയാണ്, അല്ലെങ്കിൽ ഈ പേര് തന്നെയാണ് മർക്കോസ് ഉപയോഗിക്കുന്നത്. യേശുവിന്റെ വ്യക്തിത്വം, ജന്മസ്ഥലം എന്നിവ വെളിവാക്കുകയും ചെയ്യുകയാണ്. അതായത് ക്രൂശിക്കപ്പെട്ടവനാണ് നസ്രായനായ യേശു, പക്ഷേ അവിടുന്ന് ഉയർത്ത് എഴുന്നേറ്റിരിക്കുന്നു. ഉയർപ്പിക്കപ്പെട്ടു എന്ന പ്രയോഗത്തിൽ ആ പ്രഖ്യാപനത്തിന്റെ കാതൽ നമുക്ക് കാണാൻ കഴിയും. അത് യേശുവിന്റെ മുൻകാല ജീവിതവുമായുള്ള ബന്ധം വ്യക്തമാക്കുകയും ഉദ്ധിതനെന്ന അവസ്ഥയിലുള്ള പുതുമ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അവൻ ഇവിടെ ഇല്ല, നോക്കൂ, അവർ അവനെ സംസ്കരിച്ച സ്ഥലം എന്ന ഈ വാക്യം കല്ലറ ശൂന്യമാണെന്നും സ്ഥാപിക്കുകയും അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന പ്രഖ്യാപനത്തെ അസന്നിഗ്ധമായി സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, മർക്കോസ് സുവിശേഷകൻ ഇന്നത്തെ വചനഭാഗത്ത് നമ്മെ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന അടിസ്ഥാന സത്യം, ഉദ്ധാനം ചെയ്ത കർത്താവ് നസ്രായനായ ചരിത്രപുരുഷനായ ക്രൂശിതനായ യേശുവാണെന്നതാണ്. യേശുവിന്റെ ഉദ്ധാനത്തിലുള്ള നമ്മുടെ വിശ്വാസം ഉറപ്പിക്കേണ്ടത് ശൂന്യമായ കല്ലറയുടെ തെളിവ് കൊണ്ടല്ല, പ്രത്യുത ദൈവികമായ വെളിപാട് വഴിയാണ്. ചരിത്രപരമായി പരിശോധിക്കാവുന്ന കല്ലറയുടെ ശൂന്യ അവസ്ഥയല്ല, ആധികാരികമായ ദൈവിക വെളിപാടാണ് നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തേണ്ടത്. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.